الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر. ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد. وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد. فصب عليهم ربك سوط عذاب إن ربك لبالمرصاد. صدق الله العلي العظيم. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വ ഉള്ളവരായി ജീവിക്കണമെന്ന് എന്നോടും എന്നോടെന്ന പോലെ നിങ്ങളോടും വളരെ കണിശമായി ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. ഇന്ന് നിങ്ങളെ ഉണർത്താൻ ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ ഫജ്റിലെ ഒരു ആയത്തിൻ്റെ ആശയം മാത്രമാണ്. ആ ആയത്തിൻ്റെ ആശയം യഥാവിധി നമ്മൾ മനസ്സിലാക്കുന്നതായാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാകും. മാത്രമല്ല, നമുക്ക് വലിയ ആശ്വാസം കിട്ടുകയും ചെയ്യും. ഇന്ന റബ്ബക ലബിൽ മിർസാദ് എന്നതാണ് ആ ആയത്ത്. ഇന്ന റബ്ബക, തീർച്ചയായും നിന്റെ നാഥൻ, ലബിൽ മിർസാദ്, മിർസാദിലാകുന്നു. പതിയിരിക്കുന്ന സ്ഥലം എന്നാണ് പഴയ കാലത്ത് മിർസാദ് എന്ന വാക്കിന് അർത്ഥമായി പറയാറുള്ളത്. കൃഷിയിടങ്ങളിലൊക്കെ കെട്ടിയുണ്ടാക്കപ്പെടുന്ന കാവൽ മാടങ്ങളുണ്ടാകും. ഈ കാവൽ മാടങ്ങൾക്കാണ് മിർസാദ് എന്ന്
ഒരു കാലത്ത് പറഞ്ഞിരുന്നത്. വലിയ കൃഷിയിടങ്ങളിൽ ആ കൃഷിയിടത്തിൻ്റെ നടുവിൽ അല്ലെങ്കിൽ ഉയർന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയ ഒരു മാടം കെട്ടിയുണ്ടാക്കും. അവിടെ ഇരിക്കുന്ന ഒരാൾക്ക് കൃഷിയിടം മുഴുവൻ കാണാൻ പറ്റും. പക്ഷേ കൃഷിയിടം ആക്രമിക്കാൻ വരുന്ന കള്ളന്മാർക്കോ കൊള്ളക്കാർക്കോ വന്യജന്തുക്കൾക്കോ ചിലപ്പോൾ ഈ കാവൽ മാടത്തിലിരിക്കുന്ന ആളുകളെ തിരിച്ചു കാണാൻ കഴിയുകയില്ല. അപ്പോൾ പുറത്തേക്ക് കാണാൻ കഴിയുകയും തിരിച്ചു കാണാതിരിക്കുകയും ചെയ്യുന്ന സ്വഭാവത്തിൽ ഉണ്ടാക്കപ്പെടുന്ന കാവൽ മാടങ്ങൾക്കാണ് മിർസാദ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇത് കെട്ടിയുണ്ടാക്കുന്നത് ഏതെങ്കിലും മരത്തിൻ്റെ മുകളിലായിരിക്കും. ആധുനിക കാലഘട്ടത്തിൽ മിർസാദ് എന്ന് തന്നെയാണ് റഡാറുകൾക്കും ഉപയോഗിക്കുന്നത്. ശത്രുക്കളുടെ ആക്രമണം എങ്ങനെയാണ് എവിടെയാണ് സംഭവിക്കുക എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഉപകരണങ്ങളാണ് റഡാറുകൾ. ബോംബർ വിമാനങ്ങൾ ഏതിലെയൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് റഡാറുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ റഡാറുകൾ എവിടെയൊക്കെയാണ് സ്ഥാപിച്ചത് എന്ന് പലപ്പോഴും ശത്രുപക്ഷത്തിന് മനസ്സിലാക്കാൻ കഴിയുകയുമില്ല. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിന്റെ നാഥൻ കാവൽ മാടത്ത് അല്ലെങ്കിൽ പതിയിരിക്കുന്ന സ്ഥലത്ത് ആകുന്നു എന്ന്. അവൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അവനെ കാണാൻ കഴിയുന്നുമില്ല. ഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, നിനക്ക് അവനെ കാണാൻ കഴിയുന്നില്ലെങ്കിലും അവന് നിന്നെ കാണാൻ കഴിയുന്നുണ്ട് എന്ന ഒരവസ്ഥയെ സൂചിപ്പിക്കുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വാക്ക് പ്രയോഗിച്ചിട്ടുള്ളത്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. പക്ഷേ ഈ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുചരന്മാരുടെയും ചരിത്രത്തിലെ ഒരു സവിശേഷമായ ഘട്ടത്തിലാണ്. ഏതാനും അനുയായികൾ പ്രവാചകന് വന്നു ചേർന്നിരിക്കുന്നു. ഇസ്ലാമിക ദർശനം മക്കക്കാർക്കിടയിലും പരിസരവാസികൾക്കിടയിലും പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള ശ്രുതി മുഴുനീളെ പരന്നുകൊണ്ടിരിക്കുന്നു. പ്രവാചകനിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് കടുത്ത മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വരുന്നു. മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന പ്രവാചകാനുയായികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അലസ്നാ അലാ ഹഖ്ഖിൻ, അല്ലാഹുവിന്റെ പ്രവാചകരെ നമ്മൾ സത്യത്തിൽ തന്നെയല്ലേ? അലാ തദ്ഉ ലനാ അലാ തസ്തൻസിറു ലനാ, താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് സഹായം തേടുന്നില്ലേ എന്ന് ചോദിച്ചു പോവുകയാണ്. ഞങ്ങൾ കണ്ടില്ലേ, ഞങ്ങളുടെ പുറത്തേക്ക് നോക്കൂ, ശത്രുക്കൾ അടിച്ചതിൻ്റെ പാടാണത്, അടിച്ചതിൻ്റെ പാടാണ് ഞങ്ങൾ പുറത്ത് ഉള്ളത്, ഇതൊന്ന് നോക്കൂ, നമ്മൾ സത്യത്തിൽ തന്നെയല്ലേ? അല്ലാഹു നമ്മെ സഹായിക്കില്ലേ? അല്ലാഹു ഇതൊന്നും കാണുന്നില്ലേ? എന്നൊക്കെ അർത്ഥത്തിലുള്ള ചോദ്യങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അനുചരന്മാർക്ക് നൽകുന്ന മറുപടിയാണ് ഇന്ന റബ്ബക ലബിൽ മിർസാദ്, തീർച്ചയായും നിന്റെ നാഥൻ മിർസാദിലുണ്ട്. അവനിത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടപെടാൻ സന്ദർഭമാകുന്ന ഘട്ടത്തിൽ അവൻ ഇടപെടുക തന്നെ ചെയ്യും. കാവൽമാടത്തിലിരിക്കുന്ന ആളുകൾ എന്താണ് ചെയ്യുന്നത്? ശത്രുക്കൾ കൃഷിയിടത്തിലേക്ക് കയറുന്നു എന്നറിയുമ്പോഴേക്കും അവരെ തുരത്താൻ ശ്രമിക്കുകയല്ല എപ്പോഴും ചെയ്യുക. ചിലപ്പോൾ ചെയ്യുക, വരട്ടെ, കുറച്ചുകൂടി മുന്നോട്ട് വരട്ടെ, കുറച്ചുകൂടി ആക്രമണം ശക്തിപ്പെടട്ടെ, ഒരൊറ്റ തിരിച്ചാക്രമണം കൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഘട്ടം വരെ അവർ മുന്നോട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്
കാവൽമാടത്തിലിരിക്കുന്ന ഒരാൾ കാത്തിരുന്നു എന്ന് വന്നേക്കാം. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഏൽക്കേണ്ടി വരുന്ന മർദ്ദനങ്ങൾ അല്ലാഹു കാണാതിരിക്കുന്നില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല മർദ്ദനങ്ങൾ ആരംഭിക്കുമ്പോഴേക്കും ഇടപെടുന്ന സ്വഭാവക്കാരനല്ല, പ്രകൃതക്കാരനല്ല. ഏതെങ്കിലും സമൂഹങ്ങളെ അല്ലാഹു നശിപ്പിക്കണമെന്ന് തീരുമാനിച്ചാൽ ആ സമൂഹങ്ങളെ അതിരുകവിയാൻ അവസരം കൊടുത്തുകൊണ്ട് പരീക്ഷിക്കുകയാണ് അല്ലാഹു ചെയ്യുന്നത്. ആ അതിരുകവിച്ചിലും അതിരുകവിയുമ്പോഴാണ് ഇനി ഒരടി മുന്നോട്ട് അവരെ വിട്ടുകൂടാ എന്ന് അല്ലാഹു തീരുമാനമെടുക്കുമ്പോൾ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പിടികൂടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, തീർച്ചയായും നിന്റെ നാഥൻ മിർസാദിലാകുന്നു. ഈ വസ്തുത വിശ്വാസികളായ ആളുകളുടെ ഹൃദയത്തിൽ പ്രവേശിപ്പിക്കുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാപഞ്ചികമായിട്ടുള്ള ചില ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫ്ഇ വൽ വതർ വല്ലൈലി ഇദാ യസ്ർ ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ. ആ പ്രാപഞ്ചികമായ വിശദീകരണങ്ങൾ ഇന്ന റബ്ബക ലബിൽ മിർസാദ് എന്ന ആശയവുമായി എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത്, എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് എന്ന് ഈ ഖുതുബയിൽ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അതേ അവസരത്തിൽ ചരിത്രത്തിൽ നിന്ന് ചില യാഥാർത്ഥ്യങ്ങൾ കൂടി അല്ലാഹുവിന്റെ ഈ വചനത്തിന്റെ പിമ്പലം എന്നുള്ള നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്, നീ കണ്ടില്ലേ ആദ് സമൂഹത്തെ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്തത് എന്ന്. ഇറമദാത്തിൽ ഇമാദ്, വലിയ തൂണുകളുടെ ഉടമയായ ഇറം ഗോത്രത്തെ, ഉടമകളായ ഇറം ഗോത്രത്തെ. വലിയ തൂണുകളുടെ ഉടമ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവരുടെ ബിൽഡിങ്ങിന്റെ ഓരോ നിലക്കും വലിയ ഉയരമുണ്ടായിരുന്നു എന്നാണ്. ബിൽഡിങ്ങിന് ഉയരമുണ്ടായി എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം അത്രയും ഉയരമുള്ള മനുഷ്യരായിരുന്നു എന്നാണ്. ആജാനുബാഹുക്കളായിരുന്നു അവർ. അല്ലാഹു തന്നെ പറയുകയാണ് അല്ലതീ ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. സൃഷ്ടാവായ അല്ലാഹു പറയുകയാണ് ഇതുപോലെ ഒരു സമൂഹത്തെ വേറെ അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല, സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. സൃഷ്ടാവായ അല്ലാഹുവാണ് പറയുന്നത് ഇതുപോലൊരു സമൂഹത്തെ, ഇത്രയും ആജാനുബാഹുക്കളായ, ഇത്രയും ശക്തരായ, ഇത്രയും ആഴവും നീളവുമുള്ള മനുഷ്യകുലത്തെ അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. അത്രയും വലിയവന്മാരായിരുന്നു അവർ. അവരെ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്? അവർ ധാർഷ്ട്യം കാണിച്ചവരായിരുന്നു. അവരിലേക്ക് പ്രവാചകൻ വന്നു. ആ പ്രവാചകനെ അംഗീകരിക്കുവാൻ അവർ സന്നദ്ധരായില്ല. ജീവിതത്തിന്റെ മുഴുമേഖലയിലും വരുത്തേണ്ടുന്ന മാറ്റങ്ങളെക്കുറിച്ച് പ്രവാചകൻ അവരോട് സംസാരിച്ചു. അത്തരത്തിലുള്ള ഒരു മാറ്റത്തിന് അവർ സന്നദ്ധരായിരുന്നില്ല. വലിയ പർവ്വതങ്ങളുടെ മുകളിൽ ഗോപുരങ്ങളും മിനാരങ്ങളും ഉണ്ടാക്കി അവർ ജീവിച്ചു. അവരോട് പ്രവാചകൻ പറഞ്ഞു, പാടില്ല, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുക, ഞാൻ പറയുന്നത് അനുസരിക്കുക, ജീവിതത്തിൽ മിതത്വം പാലിക്കുക. അത് അംഗീകരിക്കാൻ അവർക്ക് സാധ്യമല്ലാതെ വന്നപ്പോൾ പ്രവാചകനോട് ധിക്കാരപൂർവ്വം അവർ പെരുമാറിയപ്പോൾ, ആ ധിക്കാരം അതിരുകവിഞ്ഞപ്പോൾ അഞ്ചെട്ട് ദിവസം അടിച്ചു വീശിയ കാറ്റ്, ആ കാറ്റ് മൂലം ആണ് അവർ നശിപ്പിക്കപ്പെട്ടത്. ആ കാറ്റ് അവരെ ബാധിക്കുകയും വലിയ മനുഷ്യർ ഭൂമിയിൽ നിന്ന് പറന്ന് ആകാശത്തേക്ക് പൊങ്ങുകയും അവിടെ വെച്ച് തമ്മിൽ തട്ടി മുട്ടി ചത്ത് താഴെ വീഴുകയും ചെയ്തു. കഅന്നഹും മഅജാസു നഖ്ലിൻ ഖാവിയ, വീണ് കിടക്കുന്ന പന പോലെ ഉണ്ടായിരുന്നു അവർ. പന വീണ് കിടക്കുന്ന മാതിരിയാണ് ഓരോരുത്തർ ഇങ്ങനെ വീണ് കിടക്കുന്നത്.
ഒരു കാറ്റടിച്ച് ഇത്രയും വലിയ മനുഷ്യരെ നശിപ്പിച്ചു കളയാൻ അള്ളാഹുവിന് സമയം വന്നപ്പോൾ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, തീർച്ചയായും നിന്റെ നാഥൻ ഇടപെടേണ്ടുന്ന സന്ദർഭത്തിൽ ഇടപെടും, അവൻ മിർസാദിലാണ്. വസമൂദല്ലദീന ജാബുസ്സഖറ ബിൽവാദ്, അതിനുശേഷം ഒരു സമൂഹം വന്നു. ആ സമൂഹം സമൂദ് സമൂഹമാണ്. ആ സമൂഹം ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ചു. കണ്ടില്ലേ, കഴിഞ്ഞ സമൂഹത്തിന് അബദ്ധം പറ്റി. ശാസ്ത്രീയമായ രൂപത്തിൽ അവർ ചിന്തിച്ചില്ല. വലിയ പർവ്വതങ്ങളുടെ മുകളിൽ മുനാരങ്ങളും ഗോപുരങ്ങളും ഉണ്ടാക്കി വസിക്കുകയായിരുന്നു അവർ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് കാറ്റ് അവരെ പിടികൂടിയത്. ഇനി കാറ്റ് പിടികൂടാൻ പറ്റില്ല. അതുകൊണ്ട് താഴ്വാരങ്ങളിൽ മലകൾ തുരന്നുകൊണ്ട് അവർ വീടുകൾ ഉണ്ടാക്കി. മലകൾ തുരന്നാണ് വീടുണ്ടാക്കിയത്. കാറ്റ് പിടിക്കില്ലല്ലോ എന്നവർ വിചാരിച്ചു. വസമൂദല്ലദീന ജാബുസ്സഖറ ബിൽവാദ്, അവരെ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്? അവരിലേക്കും പ്രവാചകൻ വന്നു. പ്രവാചകനോട് അവർ മര്യാദ കെട്ടു പെരുമാറി. അത് അതിരുകവിഞ്ഞു. അതിരുകവിഞ്ഞപ്പോൾ ഘോരമായ ഒരു ഗർജനം, ആ ഗർജനത്തിലൂടെയാണ് അവരെ കൊന്നുകളഞ്ഞത്. ഈ പർവ്വതങ്ങൾ തുരന്നുണ്ടാക്കിയിട്ടുള്ള പാറപ്പൊത്തുകളെ പോലുള്ള വീടുകളിലേക്ക് ഈ ശബ്ദം പ്രവേശിക്കുകയും അതിൻ്റെ പ്രതിധ്വനി ഇരട്ടിക്കിരട്ടിയായി വർദ്ധിച്ച് അവരുടെ നെഞ്ച് തകർന്ന് അവർ മരിച്ചു പോവുകയുമാണ് ചെയ്തത്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിന്റെ നാഥൻ മിർസാദിലുണ്ട്, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടപെടുന്ന സന്ദർഭത്തിൽ അവൻ ഇടപെടുക തന്നെ ചെയ്യും. വഫിർഔന ദിൽ ഔതാദ് അല്ലദീന തഗൗ ഫിൽ ബിലാദ് ഫഅക്സറൂ ഫീഹൽ ഫസാദ്. ഫിർഔൻ ആണികളുടെ ഉടമയായി. നിരപരാധരായ മനുഷ്യരെ ആണികൾ കൊണ്ട് പലകയിൽ തറച്ച് കുരിശിൽ തറച്ച് കൊല്ലുന്ന പ്രകൃതമാണ് അദ്ദേഹം സ്വീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ ശിക്ഷാമുറ ആണികളുമായി ബന്ധപ്പെട്ടതായി. അങ്ങനെയുള്ള ഫിറൗനെ എപ്പോൾ നശിപ്പിച്ചു എന്ന ചരിത്രം നിങ്ങളൊന്ന് ഓർക്കേണ്ടതുണ്ട്. ഫിറൗനും സൈന്യവും മൂസാ അലൈഹിസ്സലാമിന്റെയും ഇസ്രായേൽ മക്കളുടെയും പിന്നാലെ സഞ്ചരിക്കുകയാണ്. ഇസ്രായേൽ മക്കൾ ചെങ്കടലിന്റെ അടുത്തെത്തുന്നു. പിന്നിൽ ഫറോവയുടെ സൈന്യമാണ്. ഇനി മുന്നോട്ട് വഴിയില്ല, ചെങ്കടലാണ് മുന്നിൽ എന്ന് വന്ന ഒരു ഘട്ടത്തിൽ നിങ്ങൾക്കറിയാമല്ലോ ഇസ്രായേൽ മക്കളെ, അവരിൽ പ്രവാചകനിൽ യഥാർത്ഥത്തിൽ വിശ്വസിച്ചവരുണ്ട്, ദുർബല വിശ്വാസികളുണ്ട്, കപട വിശ്വാസികളുണ്ട്, നിഷേധികളുമുണ്ട്. എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ്. ആ സമൂഹത്തെയുമായിട്ടാണ് അവരെ മോചിപ്പിക്കാൻ വേണ്ടി പ്രവാചകൻ മൂസാ അലൈഹിസ്സലാം കൊണ്ടുപോകുന്നത്. ഇതിന്റെ തീരത്തെത്തി പിന്നിൽ സൈന്യമുണ്ട് എന്നറിയുമ്പോൾ അവരുടെ പ്രതികരണം എന്താണ്? ദുർബല വിശ്വാസികളായ ആളുകൾ വന്നുകൊണ്ട് നിഷ്കളങ്കമായി ചോദിച്ചു, മൂസ, അല്ലാഹു നമ്മെ സഹായിക്കില്ലേ? കപടവിശ്വാസികളായ ആളുകൾ ഉണ്ടായിരുന്നു. അവർ വന്നുകൊണ്ട് ചോദിച്ചു, മൂസ, എവിടെ അല്ലാഹുവിന്റെ സഹായം? ഞങ്ങൾ എങ്ങനെയാണ് മരിക്കേണ്ടത്? കടലിൽ ചാടി മരിക്കണമോ? ഫറോവയുടെ ബൂട്ടിനടിപ്പെട്ട് മരിക്കണമോ? എങ്ങനെയാണ് ഞങ്ങൾ മരിക്കേണ്ടത്? പറയും. ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയായി. പ്രകമ്പിതരായ ആ സന്ദർഭം പ്രവാചകനും പ്രവാചകനോടൊപ്പമുള്ള ആളുകളും ചോദിച്ചുപോയി, മതാ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം എപ്പോഴാണ്? യാതൊരു പ്രതീക്ഷയുമില്ല. പക്ഷെ ആ ഘട്ടത്തിലാണ് അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, തീർച്ചയായും അല്ലാഹുവിന്റെ സഹായം
വളരെ അടുത്താണെന്ന് പറഞ്ഞുകൊണ്ട് സഹായത്തിനുള്ള വഴി വെട്ടിത്തെളിയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ ആദ് സമൂഹത്തെയും സമൂദ് സമൂഹത്തെയും ഫിർഔൻ പ്രഭൃതികളെയും എടുത്തുദ്ധരിച്ചുകൊണ്ട് പറയുന്നു അല്ലാഹു, അല്ലദീന തഗൗ ഫിൽ ബിലാദ്, നാടുകളിൽ അക്രമം പ്രവർത്തിച്ചവരായിരുന്നു അവർ. ഫഅക്സറൂ ഫീഹൽ ഫസാദ്, അക്രമം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നതിൽ അതിരുകവിയുകയായിരുന്നു അവർ ചെയ്തത്. ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്, ശിക്ഷയുടെ ചാട്ടവാറുകൾ അല്ലാഹു അവരുടെ മേൽ ചൊരിയുകയാണ് ചെയ്തത്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നീ അറിയണം, തീർച്ചയായും നിന്റെ നാഥൻ മിർസാദിൽ ഇരിക്കുകയാകുന്നു എന്ന്. ഈ വചനം ആ സന്ദർഭത്തിൽ വിശ്വാസികളായ ആളുകൾക്ക് വമ്പിച്ച ആവേശം നൽകിയിട്ടുണ്ട്, മനക്കരുത്ത് നൽകിയിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ട് മദീന പലായനത്തിന് ശേഷമുണ്ടായിട്ടുള്ള യുദ്ധങ്ങൾക്കുമെല്ലാം തന്നെ പ്രചോദനമായി വർത്തിച്ചത് ചരിത്രമുദ്ധരിച്ചുകൊണ്ട്, പ്രാപഞ്ചികമായ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ് എന്നുള്ള ആശയം വിശ്വാസ സമൂഹത്തിന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ളത്. ഇത് ഏതൊക്കെ വിശ്വാസികളുടെ ഹൃദയത്തിലാണോ പ്രവേശിച്ചിട്ടുള്ളത്, അവർ ഒരു പരീക്ഷണത്തിന്റെ ഘട്ടത്തിലും ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലും പതറിപ്പോയിട്ടില്ല. എന്നാൽ ഏതേതൊക്കെ ആളുകളുടെ ഹൃദയത്തിലേക്കാണോ ഈ ആശയം പ്രവേശിക്കാതിരുന്നിട്ടുള്ളത്, അവർ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിലെല്ലാം പതറിപ്പോവുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേക സന്ദർഭത്തെ എടുത്തുദ്ധരിച്ചുകൊണ്ട് വിശ്വാസികളോട് പിന്നീട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ സന്ദർഭം ഏതാണെന്നറിയാമോ നിങ്ങൾക്ക്? മദീന എന്ന് പറയുന്ന ഒരു കൊച്ചുഭൂമി, ആ കൊച്ചുഭൂമിയിലുള്ള ചെറിയ ഒരു സമൂഹം, മുസ്ലിം സമൂഹം. ആ മുസ്ലിം സമൂഹം അവിടെയുള്ള ക്രൈസ്തവരും ജൂതരുമായിട്ടുള്ള ആളുകളുമായി ചേർന്നുകൊണ്ട് പരസ്പര സ്നേഹത്തിന്റെയും പരസ്പര സൗഹൃദത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒരു സമൂഹമായി ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമൂഹത്തെ നശിപ്പിച്ചു കളയണമെന്ന് തീരുമാനിച്ചിട്ടുള്ള ഖുറൈശ് സമൂഹം 1-2 വട്ടം ആക്രമണം സംഘടിപ്പിച്ചു. അതിൽ ഒന്ന് ബദറായിരുന്നു, മറ്റൊന്ന് ഉഹദായിരുന്നു. ബദറിനും ഉഹദിനും ശേഷം പിന്നീട് 2 വർഷത്തെ ഇടവേള. ആ 2 വർഷത്തെ ഇടവേളയിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സംഘത്തെയും വഞ്ചിക്കുവാൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുണ്ടായിരുന്ന അനുചരന്മാരിൽ പലരെയും വഞ്ചിച്ചുകൊണ്ട് വധിക്കുവാൻ ഈ ശത്രു വിഭാഗങ്ങൾ പ്ലാനിട്ടു. എങ്ങനെയാണ് മുസ്ലിം സമൂഹത്തിന്റെ ആത്മവിശ്വാസത്തെ നശിപ്പിച്ചു കളയുക എന്നതിനെക്കുറിച്ചാണ് അവർ തീരുമാനിച്ചത്. മുസ്ലിം സമൂഹത്തിന് ആത്മവിശ്വാസത്തിന്റെ നാശമുണ്ടായി തീർന്നിരിക്കും എന്ന് കരുതിയ ഘട്ടത്തിൽ സഖ്യകക്ഷികൾ സംഘടിപ്പിക്കപ്പെട്ടു. അഹ്സാബ് എന്ന രൂപത്തിൽ നാനാഭാഗങ്ങളിൽ നിന്നും ഗുരുതരമായ സ്വഭാവത്തിലുള്ള ഒരാക്രമണം സംഘടിപ്പിക്കപ്പെട്ടു. വടക്ക് ഭാഗത്ത് നിന്ന് ബനൂ നദീർ ഗോത്രവും ബനൂ ഖൈനുഖാവ് ഗോത്രവും വന്നു. മദീനയിൽ നിന്ന് രാജ്യഭ്രഷ്ടരാക്കപ്പെട്ടവരായിരുന്നു അവർ. മദീനയോട് പകപോക്കാൻ തീരുമാനിച്ചിരിക്കുന്നവരായിരുന്നു അവർ ഖൈബറിന്റെ ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുകയായിരുന്നു. അവർ അവിടെ നിന്ന് വടക്ക് ഭാഗത്തു നിന്ന് വന്നു. ഗത്ഫാൻ ഗോത്രക്കാർ അങ്ങ് കിഴക്കു ഭാഗത്തു നിന്ന് വന്നു. എന്നാൽ ഖുറൈശികൾ അവർക്ക് കിട്ടാവുന്ന എല്ലാ സഖ്യകക്ഷികളോടുമൊപ്പം തെക്കുഭാഗത്തു നിന്ന് വന്നു. പിന്നീട് പടിഞ്ഞാറ് ഭാഗം മാത്രമേ ഒഴിവുണ്ടായിരുന്നു. ഇങ്ങനെ സഖ്യകക്ഷികളുടെ ഒരു വരവ്, നാനാഭാഗത്തു നിന്നും വളഞ്ഞുകൂട്ടിക്കൊണ്ടുള്ള ഒരാക്രമണം. ഈ ആക്രമണത്തിന്
ശത്രുക്കൾ പരിപാടിയിട്ട ഘട്ടത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് മനസ്സിലാക്കി. ശത്രുക്കൾ ഏതിലൂടെ വന്നിട്ടായിരിക്കാം ആക്രമിക്കാൻ സാധ്യത? ഒരു ഭാഗം ചരൽക്കല്ലുകളാണ്, പെട്ടെന്ന് ആക്രമിക്കാൻ സാധ്യമല്ല. മറുഭാഗത്ത് ഇടതിങ്ങിയ തോട്ടങ്ങളാണ്, പുറത്തുനിന്ന് വരുന്നവർക്ക് പെട്ടെന്നൊരാക്രമണം ആ വഴിയിലൂടെ സാധ്യമല്ല. അതുകൊണ്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഖന്തക്ക് കുഴിക്കാമെന്നവർ തീരുമാനിച്ചു. അങ്ങനെ ഖന്തക്ക് കുഴിച്ചു. ശത്രുക്കൾ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഖന്തക്കുണ്ടാകുമെന്ന്. അവർക്ക് മദീനയിൽ ഒറ്റപ്പെട്ടുപോയ ഇസ്ലാമിക സമൂഹത്തെ ഉപരോധിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. അങ്ങനെ ഒരു മാസത്തോളം അവർ ഉപരോധിച്ചു. മുസ്ലിം സമൂഹം ആകെ വിഷമിച്ചു, മറ്റവരും വിഷമിച്ചു. പക്ഷേ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ വിഷമം, ശത്രുക്കളുടെ വിഷമം അറിയാൻ കഴിയുമായിരുന്നില്ല. അവർ സ്വയം വിഷമിച്ചുകൊണ്ടിരുന്നു. വിഷമിച്ചു എന്ന് പറഞ്ഞാൽ ഒരു മാസത്തെ ഉപരോധത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് വിചാരിക്കും? ഒരു കൊച്ചു പ്രദേശത്തെ ഒരു മാസം ഉപരോധിച്ചു നിർത്തുകയാണ്. ചുറ്റുമുള്ളത് സർവായുധ സജ്ജരായ സൈന്യമാണ്. 12,000-ഓളം വരുന്ന സൈന്യമാണ് ചുറ്റും കാവലിരിക്കുന്നത്. ആ ഘട്ടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് കാണുക. യാ അയ്യുഹല്ലദീന ആമനു ദുകുറൂ നിഅമതല്ലാഹി അലൈക്കും ഇദ് ജാഅത്കും ജുനൂദുൻ. സൈന്യം വന്നല്ലോ നിങ്ങൾക്ക് ചുറ്റും. ആ സന്ദർഭം നിങ്ങൾ ഓർക്കുന്നില്ലേ? ആ സന്ദർഭത്തിൽ അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹം നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇന്ന് വിശ്വാസികളോട് അല്ലാഹു ചോദിക്കുകയാണ്. ഫഅർസൽനാ അലൈഹിം റീഹൻ വജുനൂദൻ ലം തറൗഹാ. ആ സന്ദർഭത്തിൽ ഒരു കാറ്റ് അയച്ചില്ലേ? ഒരു തണുത്ത രാത്രി. ആ തണുത്ത രാത്രിയിലെ ഒരു കൊടുങ്കാറ്റ്, കൂരിരുട്ടും തണുപ്പും കൊടുങ്കാറ്റുമായി താങ്കളെ ആക്രമിക്കാൻ ചുറ്റും വലയം ചെയ്തിരുന്ന സൈന്യത്തെ അല്ലാഹു എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് നിങ്ങൾ ഓർക്കുന്നില്ലേ എന്ന് ഈ സംഭവ പരമ്പരകൾക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് ചോദിക്കുന്നു. വകാന അല്ലാഹു ബിമാ തഅമലൂന ബസീറ. ആ സന്ദർഭത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നതിനെക്കുറിച്ച് അല്ലാഹുവിന് നന്നായിട്ടറിയാം. ഇത് ജാഊകും മിൻ ഫൗഖികും വമിൻ അസ്ഫല മിൻകും. അവർ നിങ്ങളുടെ മുകളിൽ നിന്ന് വന്നു, താഴെ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ നാനാഭാഗങ്ങളിലൂടെയും അവർ വന്നു. വഇദ് സാഗത്തിൽ അബ്സാർ. കണ്ണ് തുറിച്ചുപോയി, നിങ്ങളുടെ കണ്ണ് തുറിച്ചുപോയി. മോചനത്തിന്റെ വഴിയെന്ത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കറിയുമായിരുന്നില്ല. വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ. ശത്രുക്കളുടെ ആക്രമണത്തിന്റെ ശക്തിയാൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തൊണ്ടൻകുഴിയിലേക്ക് കയറിപ്പോയി. വതളുന്നൂന ബില്ലാഹിൽ ളുനൂന. അല്ലാഹുവിനെ സംബന്ധിച്ച് പോലും നിങ്ങൾക്ക് തെറ്റായ ഊഹങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരാൻ തുടങ്ങി. അല്ലാഹു സഹായിക്കില്ലയോ? അല്ലാഹു ഞങ്ങളെ കൈയൊഴിഞ്ഞോ? അല്ലെങ്കിൽ ചിലർ വിചാരിച്ചു പോയി അല്ലാഹു എന്നൊന്നൊക്കെ പറയുന്നത് ഈ മുഹമ്മദിന്റെ വെറും വേല മാത്രമാണോ? അല്ലാഹുവിന്റെ കക്ഷിയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണോ എന്നൊക്കെ ചില ആളുകൾക്ക് തോന്നാൻ തുടങ്ങി. വതളുന്നൂന ബില്ലാഹിൽ ളുനൂന ഹുനാലിക തുലിയൽ മുഅ്മിനൂൻ. വിശ്വാസികൾ പരീക്ഷിക്കപ്പെട്ട ഘട്ടമായിരുന്നു അത്. വസുൽസിലു സിൽസാലൻ ഷദീദാ. അവർ കഠിനമായി വിറപ്പിക്കപ്പെട്ടു. വഇദ് യഖൂലുൽ മുനാഫിഖൂന വല്ലദീന ഫീ ഖുലൂബിഹിം മറദ് മാ വഅദനല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറാ. കപടവിശ്വാസികൾ പറഞ്ഞു. മാത്രമല്ല അവരുടെ കൂട്ടത്തിലെ ഹൃദയത്തിൽ വിശ്വാസ ദൗർബല്യത്തിന്റെ രോഗമുള്ളവർ പറഞ്ഞു മാ വഅദനല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറാ. അല്ലാഹുവിന്റെ സഹായം, അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ് എന്നൊക്കെ പറയുന്നത് വെറും വഞ്ചന മാത്രമായിരുന്നു. ഇതൊക്കെ ഞങ്ങളെ പറ്റിക്കാൻ,
ഞങ്ങളെ കുളത്തിലിറക്കാൻ, ഞങ്ങളെ മൈതാനിയിലേക്ക് ഇറക്കാൻ വെറുതെ പറഞ്ഞത് മാത്രമായിരുന്നു എന്ന് ഒരേ പറയുന്ന അവസ്ഥയുണ്ടായി. وَإِذْ قَالَتْ طَائِفَةٌ مِّنْهُمْ يَا أَهْلَ يَثْرِبَ لَا مُقَامَ لَكُمْ فَارْجِعُوا യസ്രിബുകാരെ തിരിച്ചു പോവുക, നിങ്ങൾക്കിവിടെ സമയമില്ല, സ്ഥലമില്ല. നിങ്ങൾ ഖന്തക്കിന് സമീപത്ത് നിന്ന് തിരിച്ചു പോവുക, യുദ്ധഭൂമിയിൽ നിന്ന് തിരിച്ചു പോവുക എന്ന് മാത്രമല്ല ഇതിന്റെ അർത്ഥം. മറിച്ച് നിങ്ങൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ മുഹമ്മദിനെ സഹായിക്കാൻ നിങ്ങൾ മൈതാനിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ലോകത്തൊരു സ്ഥാനവുമില്ല, നിങ്ങൾക്കൊരു പരിഗണനയുമില്ല. നിങ്ങളുമായി ലോകം എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഫർജഉ, നിങ്ങൾ രംഗം വിട്ട് മടങ്ങിപ്പോയിക്കൊള്ളുക എന്ന് വരെ പറയുന്നതായ അവസ്ഥയുണ്ടായി എന്ന് പറയുന്നു. പക്ഷേ ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടുണ്ടായിരുന്നു. അദ്ദേഹം തിരുമേനി ഉറച്ചു നിന്നു എന്ന് മാത്രമല്ല, വളരെ തന്ത്രപൂർവം, വളരെ അവധാനതയോടുകൂടി ആ രംഗം മാനേജ് ചെയ്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശത്രുപക്ഷത്ത് വൈരുദ്ധ്യങ്ങളുണ്ടെങ്കിൽ ആ വൈരുദ്ധ്യങ്ങളെ ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചു. ഒരുപക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു തന്ത്രം പയറ്റിയത് ആ ഘട്ടത്തിലാണ്, ശത്രുപക്ഷത്തെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി. മാത്രമല്ല തന്റെ അനുജനന്മാർക്ക് സമാധാനവും ആശ്വാസവും നൽകിക്കൊണ്ടിരുന്നു. അനുജനന്മാർ ഏതേതൊക്കെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ടോ ആ കഷ്ടപ്പാടുകളുടെ മുന്നിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായി. ഖന്തക്ക് കുഴിക്കുന്ന ഘട്ടത്തിൽ വയറ്റത്ത് കല്ലെടുത്തു വെച്ചുകൊണ്ട് അനൻ നബിയ്യു ലാ കദിബ് അനബ്നു അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞുകൊണ്ട് മൺവെട്ടിയും പിക്കാസും എടുത്ത് കൊത്തിയില്ലേ പ്രവാചകൻ, നോക്കി നിന്നില്ല. എവിടെയൊക്കെ ശത്രുക്കളുടെ ആക്രമണം വരുന്നുവോ ആ ആക്രമണങ്ങളുടെ മുൻനിരയിലേക്ക് വിരിമാറ് കാണിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. അല്ലാഹുവിന്റെ റസൂലിൽ മാതൃകയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വലമ്മാ റഅൽ മുഅ്മിനൂന അൽ അഹ്സാബ ഖാലൂ ഹാദാ മാ വഅദന അല്ലാഹു വ റസൂലുഹു വസദഖ അല്ലാഹു വ റസൂലുഹു. ഈ അഹ്സാബിനെ ചുറ്റും കണ്ടപ്പോൾ എല്ലാ സഖ്യകക്ഷികളും നാനാഭാഗത്തു നിന്നുമുള്ള ആക്രമണം ആരംഭിച്ചപ്പോൾ, എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചുകൊണ്ട് ഇസ്ലാമിക ശക്തിയെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ വിശ്വാസികളായ ആളുകൾ എന്താണ് പറയുന്നത്? ഹാദാ മാ വഅദന അല്ലാഹു വ റസൂലുഹു, അല്ലാഹുവും റസൂലും ഞങ്ങളെ വഞ്ചിച്ചതല്ല, അല്ലാഹുവും റസൂലും ഞങ്ങൾക്ക് താക്കീത് നൽകിയിട്ടുള്ളത്, വാഗ്ദാനം നൽകിയിട്ടുള്ളത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. നിങ്ങൾ വെറുതെ അങ്ങ് സ്വർഗത്തിലേക്ക് പോകും, ഒരു പരീക്ഷണവും ഏൽക്കാതെ എന്ന് വിശുദ്ധ ഖുർആനോ അല്ലാഹുവോ ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല. ജീവിതത്തിൽ കിടുകിടാ വിറപ്പിക്കപ്പെട്ടുകൊണ്ട് വളരെ ഗുരുതരമായ പരീക്ഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് മാത്രമേ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റൂ എന്ന് ആയിരുന്നു അല്ലാഹു ഞങ്ങളോട് പറഞ്ഞിരുന്നത്, റസൂൽ ഞങ്ങളോട് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഹാദാ മാ വഅദന അല്ലാഹു വ റസൂലുഹു, ഇത് അല്ലാഹുവും അവന്റെ റസൂലും ഞങ്ങളോട് വാക്കു പറഞ്ഞത് മാത്രമാണ്. വസദഖ അല്ലാഹു വ റസൂലുഹു, ഓരോ പരീക്ഷണം വരുമ്പോഴും ഓരോ ബന്ധം വിച്ഛേദിക്കപ്പെടുമ്പോഴും സത്യത്തിന്റെ ഭാഗത്താണ് നമ്മളെന്ന് ഉറപ്പിക്കുവാനും അല്ലാഹുവും റസൂലും വാഗ്ദാനം ചെയ്തതായി ആണ് ഓരോന്നോരോന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കുവാനുമാണ് ഞങ്ങൾക്ക് കഴിയുന്നത്. വമാ സാദഹും ഇല്ലാ ഈമാനം വതസ്ലീമാ, വിശ്വാസവും അനുസരണവും വർദ്ധിപ്പിക്കാനല്ലാതെ ഈ സന്ദർഭത്തിൽ സാധ്യമല്ല എന്നായിരുന്നു വിശ്വാസികളുടെ വർത്തമാനം.
അതുകൊണ്ട് വിശ്വാസികൾക്ക് എപ്പോഴും ആവേശം കിട്ടുന്ന, ആശ്വാസം കിട്ടുന്ന ഒരു വചനമാണ് ഇന്ന റബ്ബക ലബിൽ മിർസാദ്. ചില പരീക്ഷണങ്ങളുടെ ഘട്ടത്തിൽ വിശ്വാസികൾ വിചാരിച്ചു പോകും ഇത് അവസാനമായിരിക്കുമെന്ന്. പക്ഷേ അള്ളാഹുവിന്റെ സഹായം ഏതേതൊക്കെ വഴിയിലൂടെയാണ്, എങ്ങനെയൊക്കെയാണ് വരിക എന്നത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് സഹായം നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദിസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി സ്വലാത്തൻ ബിലാ അദദ് ബാഖിയതൻ ഇലൽ അബദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഞാൻ എന്നോടും എന്നോടെന്ന പോലെ നിങ്ങളോടും വളരെ കണിശമായി വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിൽ ഒരു വർഗീയ ധ്രുവീകരണം വളരെ കാലമായി നടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വർഗീയ ധ്രുവീകരണം എന്ന് പറഞ്ഞാൽ പോരാ, രാജ്യത്തിൻ്റെ പൊതുബോധം തന്നെ ഒരു വർഗീയതയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള മുസ്ലിം വിരുദ്ധത നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും നമ്മുടെ മീഡിയയും എല്ലാം കൂടി ചേർന്നുകൊണ്ട് വളർത്തിയെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ, ഇസ്ലാമിൻ്റെ സമ്പ്രദായങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട വ്യക്തികൾ, പ്രതീകങ്ങൾ എല്ലാം തീവ്രവാദമാണ് എന്ന് മനസ്സിലാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൻ്റെ സൃഷ്ടി ഇന്ത്യയിൽ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ളത്. അങ്ങനെയുള്ള സൃഷ്ടിയുടെ ഫലമായി തീവ്രവാദ പ്രവർത്തനം, തീവ്രവാദ ആരോപണവും ഇസ്ലാമിക സമൂഹത്തിന് നേരെ വളരെ ശക്തമായ രൂപത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഏതേതൊക്കെ സ്വഭാവത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നതിനെ സംബന്ധിച്ച് പത്രങ്ങൾ വായിക്കുന്ന ഏതൊരാൾക്കും അറിയാവുന്നതാണ്. ഏറ്റവും അവസാനമായി ബാംഗ്ലൂർ സ്ഫോടനത്തിൻ്റെ പേരിൽ മഅ്ദനി, അബ്ദുൽ നാസർ മഅ്ദനിയെയും കൂടി അറസ്റ്റ് ചെയ്യാനും അദ്ദേഹത്തെ സംബന്ധിച്ച് എന്ത് അബദ്ധമാണോ കേരളത്തിലെയും രാജ്യത്തിലെയും സമൂഹവും നീതിപീഠവും ചെയ്തിട്ടുള്ളത്, അതേ അബദ്ധം തന്നെ ആവർത്തിക്കാനുമുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയവരാണെങ്കിലും അവർ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും ശിക്ഷിക്കപ്പെടുകയും വേണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഏതെങ്കിലും നിരപരാധികൾ അങ്ങനെ മുദ്രകുത്തപ്പെടുകയും അങ്ങനെ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അതൊരു വലിയ പ്രശ്നം തന്നെയായിരിക്കും. തടയപ്പെടുന്ന നീതി പിന്നീടൊരിക്കൽ കൊടുക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഈ വിഷയത്തിൽ നീതിപൂർവകമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. പടച്ചവനെ, ഇനിയും നിരപരാധികൾ ശിക്ഷിക്കപ്പെടാതിരിക്കുവാൻ നിന്റെ സഹായമുണ്ടാകണമേ തമ്പുരാനെ. അല്ലാഹുവേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അല്ലാഹുവേ നീ പൊറുത്തു കൊടുക്കണമേ തമ്പുരാനെ. ഏതാനും ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. രോഗികളായ ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് طيب ثراهم واجعل الجنة مأواهم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشق خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.